എന്താ കഴിക്കാത്ത ഒരു ദോശം കൂടി എനിക്കത് മതി. എനിക്ക് ഷുഗർ ഉണ്ടോ? എന്റെ കരയേട്ടനൊന്നും അതൊന്നും ഇല്ല. അതൊക്കെ അവരങ്ങ് തീരുമാനിച്ചോളും. ഇവര് ഇന്നുവരെ പരിശോധിച്ചിട്ടില്ലെന്ന്. ഷുഗറും പ്രഷറും ഒക്കെ കാണും. അവര് സൂചി പേടിയാ. പക്ഷെ എന്റെ തങ്കത്തിന് അതില്ല. കഴിഞ്ഞ ആഴ്ച അവിടെ പരിശോധിച്ചാണ്. തങ്കത്തിന്റെ കാര്യം ഞങ്ങൾ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. അവര് കല്യാണം കഴിച്ചു പോയല്ലോ. കല്യാണം കഴിച്ചു. എവിടെ പോയി? ഇവിടെ ഉണ്ട്. അപ്പുറത്തുണ്ട്. ഇത് 2 തട്ടായിട്ടല്ലയോ? ഒരു തട്ടിൽ ഞങ്ങളും കഴിയുന്നു, ഒരു തട്ടിൽ അവിടെയും കഴിയുന്നു. ഒന്നും പറയണ്ട മോനെ. അല്ലറ ഇല്ല രാഷ്ട്രീയവും വണ്ടി കച്ചവടവും പിന്നെ ഒരു ചെറിയ ബ്രോക്കർ പണിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ കഴിയും. നാത്തൂന് തയ്യപ്പണിയൊക്കെ അറിയാം. അതുകൊണ്ടൊക്കെ ഇപ്പോഴത്തെ കാലത്ത് എന്തോ ആകാനാ. അല്ല പിന്നെ ഏട്ടന്റെ ശമ്പളം ഉണ്ടല്ലോ. ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും. അതാണ്. എന്നാ പിന്നെ തങ്കത്തിനെ ഒന്ന് വിളി. വിളിക്കടാ. ഇല്ല അവര് പള്ളി പോയില്ലേ? ഇല്ല, കുറച്ചും അവിടെ ഉണ്ടായിരുന്നു. ഇല്ല രണ്ടുപേരാണ് പള്ളി പോയി. ഞാനിപ്പോ കണ്ടതില്ല. പള്ളി പോയമ്മ. പുള്ളി പോയാ? അങ്ങനെ ഒന്നും പറയണ്ട. യവനെ പറഞ്ഞാ മതിയല്ലോ. യവന്റെ കൂടെ പഠിച്ച ചെറുക്കനാ. ഇവിടെ വരിയും പോവിയൊക്കെ ചെയ്ത ചെറുക്കനാ. ഒരു ക്രിസ്ത്യാനി ചെറുക്കൻ. ഒന്നും അറിയാൻ വയ്യാത്ത പ്രായത്തിൽ അവൻ ഇവിടെ വന്ന് നിന്നും കുടിച്ച് നടന്ന അവളെ അടിച്ചോട്ടൊക്കെ പോയി. അതാരടാ? ഇനിയിപ്പോ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഭയ. ഞാൻ അതൊക്കെ മറക്കാൻ നോക്കുകയാണ്. വെറുതെ വീണ്ടും അത് ഓർമ്മിപ്പിക്കല്. എനിക്ക് മതി. അയ്യോ ഒന്നും കഴിച്ചില്ലല്ലോ. ഇത് മതിയമ്മേ. ഇത്രയും വർഷം കഴിഞ്ഞ എന്നെ അന്വേഷിച്ച് വരണമെങ്കിൽ എന്നെ കുക്കാരായിരിക്കും. അന്തോണി സൂണ്ണേള കാത്തോളനെ ഞാൻ ഒരു 50 കൂടി മെഴുകുതിരി കത്തിച്ചേക്കാം. ഒന്നുമില്ല ഒന്നുമില്ല. ഇല്ല, ഒരു ക്ഷീണം, ഒരു ചെറിയൊരു ക്ഷീണം. ഇല്ല, അത് പെട്ടെന്ന് ഒരു ക്ഷീണം പോലെ. എന്താ മനുഷ്യനെ പേടിപ്പിക്കല്ലോ? എന്താന്ന് പറ. അല്ല, പേടിക്കാനൊന്നുമില്ല. ഒരു ഉള്ളിലെ ഒരു ഭയം. എന്തോ എന്റെ ഉള്ളിനകത്തൊക്കെ ഒരു കാളലേ. ക്ലീറ്റോ ഭയം എഴുന്നേക്ക്, നമുക്ക് ആശുപത്രി പോകാം. കുഴപ്പമില്ല, ഇച്ചിരി സമയം കിടക്കുമ്പോ അതങ്ങ് മാറിക്കോളും. കുഴപ്പമില്ലല്ലോ. ഇല്ല, ഞാൻ ഓടിപ്പോയി അമ്മയുടെ അടുത്ത് വെച്ച് മല്ലിപ്പൊടി എടുത്തിട്ട് വരാം. അല്ല, എന്തിനാ മല്ലിപ്പൊടി? കറി വെക്കാൻ. ഇപ്പൊ എനിക്കിപ്പോ ഒന്നും വിശപ്പില്ല, ഒന്നും വേണമെന്നില്ല. ഇവിടെ ഇരിക്കും. കൊച്ചിന് കൊടുക്കണ്ടേ ക്ലീറ്റോ? കൊച്ചിന് നമുക്ക് ഹോട്ടലിൽ നിന്ന് എന്തെങ്കിലും മേടിച്ചു കൊടുക്കാം. ക്ലീറ്റോന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ. അമ്മ ഇവിടെ കിടക്ക്, ഞാൻ ഓടി വരാം. ഓ കേട്ടാ. പിന്നെ എന്നെ ആരെങ്കിലും അന്വേഷിച്ചാലേ ഞാൻ സുഖമില്ലാണ്ട് കിടക്കണമെന്ന് പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ സുഖമില്ലാതെ കിടക്കല്ലേ. വെള്ളം തിന് വേണോ? ഒന്നും വേണ്ട. എന്നാ കിടന്നോ, ഓടി വരാട്ടാ. എന്നാണോ അവന്റെ ദൈവമേ, ഒന്ന് തരും. തങ്കം, അല്ലെങ്കിൽ സുഖമില്ലാതെ കിടക്കണമെന്ന് പറയണ്ട. ഞാനിവിടെ ഇല്ലാന്ന് പറഞ്ഞാലും മതി കേട്ടോ. അമ്മേ മല്ലി സൂക്ഷിച്ചു നോക്ക്. അയ്യോ, അന്ന് തങ്ക 8ാം ക്ലാസ് പഠിക്കുമ്പോഴേ ഞാൻ കണ്ടത്. അന്ന് ഈർക്കില് പോലെ ഇരിക്കുകയായിരുന്നു. ഇപ്പൊ പിന്നെ തടിച്ചു കൊഴുത്തു കറുത്തു പോയി. അതിപ്പോ ജീവിതത്തിൽ സന്തോഷം വരുമ്പോ ആരായാലും തടിക്കില്ലേ? നീയും തടിച്ചില്ലേ ഇപ്പൊ? ആരാടാ ഇത്? ഇത് എന്റെ ഒരു കൂട്ടുകാരനാണ്. പിന്നെ ഗൾഫിലാണ്. പിന്നെ കാണാൻ വേണ്ടി വന്നതാ. ഗൾഫിലാ? ഗൾഫില്. അപ്പൊ നാട്ടിലെവിടെയാ? നാട്ടിൽ കരുനാപ്പിള്ള. അത് ശരി. ഭാര്യയും മക്കളൊക്കെയോ? ഭാര്യയും പിള്ളേരൊക്കെ ഉണ്ട്. അവരൊക്കെ അങ്ങ് ഗൾഫിലാ. അത് ശരി. അല്ല, അപ്പൊ എന്നെ ഓർക്കുന്നില്ലേ? അല്ല, ഞാനും യവനും നമ്മുടെ ചത്തുപോയ ക്ലീറ്റസ് അല്ലേ, ഞങ്ങൾ 3 പേരോടല്ലേ ആശുപത്രി കിടക്കുമ്പോൾ ഞങ്ങൾ വന്ന് കണ്ടത്. അതാരാടാ? ചത്തുപോയ ക്ലീറ്റസ്. അത് മറ്റേ ചവറയിലെ ക്ലീറ്റസ്. മറ്റേ ക്ലീറ്റസ് ചവറല്ലേ? മറ്റേ ക്ലീറ്റസ് അല്ലേ? വേറൊരു ക്ലീറ്റസ് ഇല്ലേ? അതെങ്ങനെയാ? പറഞ്ഞിട്ടില്ലല്ലോ. 10 ലക്ഷം കൊല്ലം മുതലുള്ള കാര്യം എന്നോട് ഇപ്പൊ ചോദിച്ചിട്ട് നീ ഇതെന്താ സാധനം? മല്ലിപ്പൊടിയുടെ പാത്രം. മല്ലിപ്പൊടി അമ്മയ്ക്ക് കൊടുക്കാനാ? ഇവിടെ അങ്ങോട്ട് കൊണ്ടുപോകാനല്ലേ? അതാ വാങ്ങിച്ചോ, ചെല്ല്. അല്ല അമ്മേ, അപ്പൊ 2 ക്ലീറ്റസോ? 2 ക്ലീറ്റസ്. അതെന്താ അതെങ്ങനെ വരുന്നത്? അതെന്താ വരാത്തത്? എന്നെ കോമ്പസ് കൊണ്ട് കുത്തിയ ഒരു ക്ലീറ്റസ് നമ്മുടെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അവനെ എനിക്കറിയാം. അറിയാം. പിന്നെ ക്ലീറ്റസ്, അടുത്ത ക്ലീറ്റസ് ചവറയിന്ന് വരുന്ന ക്ലീറ്റസ്. ചവറയിന്ന് വരുന്ന ഒരുത്തനെ പറ്റി എനിക്ക് ഓർമ്മയില്ല. അവനാണ് അവൻ ഇപ്പൊ എവിടെയാണ് എന്താണെന്ന് എന്നോട് ചോദിച്ചിട്ട് കാര്യമില്ല. ചവറയിന്ന് വരുന്ന ക്ലീറ്റസിനെ പറ്റി എനിക്ക് യാതൊരു പിടിയില്ല. അപ്പൊ എന്നെ കുത്തിയ ക്ലീറ്റസോ? ആ ക്ലീറ്റസ് മരിച്ചുപോയി എന്ന് പറഞ്ഞില്ലേ ഞാൻ എന്നോട്? എന്നെ കുത്തിയ ക്ലീറ്റസ്? ഒരു ക്ലീറ്റസ് ചത്തുപോയെന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ 2 ക്ലീറ്റസ് അല്ലേ? അതിലൊരു ക്ലീറ്റസ് തെങ്ങിന്റെ മുകളിൽ നിന്ന് വീണ് ചത്തുപോയി. ലാവിന്റെ മുകളിൽ നിന്ന് വീണ് ചത്തുപോയി. ആ വയലും തെങ്ങായാലും ഒക്കെ ഒന്നല്ലേ? ആ ക്ലീറ്റസ് പോയി. മറ്റേ ക്ലീറ്റസ് എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ.
അതെ, അതിൽ എന്നെ കുത്തി ക്ലീറ്റസ്. എന്നെ കുത്ത ക്ലീറ്റസ് നിനക്ക് ഓർമ്മയില്ലേ? നിനക്ക് ക്ലീറ്റസ് ഏതാന്ന് അറിയില്ല, ടൈറ്റസ് ഏതാന്ന് അറിയില്ല. നിനക്ക് എന്താ പ്രശ്നം ഉണ്ടായെന്ന് അറിയാവാ? ഈ ടൈറ്റസും ക്ലീറ്റസും കൂടെ മിക്സ് ആയി പോയി. ഇല്ലില്ല, അത് തന്നെ അല്ല അങ്ങനല്ലല്ലോ. ഏടേ ആ നീളത്തിലുള്ള ക്ലീറ്റസ് ഇല്ലേ, അതേ ഉയരമില്ലാതെ ഇല്ലേ? കുറിയ ക്ലീറ്റസ് ഇച്ചിരി പൊക്കമുണ്ട്, മെല്ലിച്ച ക്ലീറ്റസ് ഇല്ലേ? അയാളല്ലേ എന്നെ കുത്തിയത്? അയാളാണോ ചവറയിന്ന് വരുന്നത്? അയാളല്ലേ നിന്നെ കുത്തിയത്? ആണ്. വരുന്ന ക്ലീറ്റസ് വേറെ ക്ലീറ്റസ്. ആരപ്പ ചത്തുപോയത്? ചത്തുപോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒന്നും അങ്ങോട്ട് പറയാം. ഇത്രയും ഞാൻ തെളിച്ച് പറയണത് നിനക്ക് മനസ്സിലായില്ലേ? എന്തായി കൂട്ടുകാരന് ചായയൊക്കെ കൊടുത്താ? ചായയൊക്കെ കൊടുത്തു. പുള്ളിക്ക് പോകാൻ ധൃതിയുണ്ടെന്ന്, പെട്ടെന്ന് പോണം. അയ്യോ, അതെന്താ അത്? അല്ല, എങ്ങനെയാ നിങ്ങൾ ശരിക്കും പരിചയം എങ്ങനെയാ? അതെ, തങ്ക 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ അതേ സ്കൂളിൽ 10 ബി ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. ഒരേ ക്ലാസ്. 10 ബിയിലോ? 10 ബിയില്. നീ ഇത് കൊണ്ടുകൊടുക്കുന്നുണ്ടോ? പൊക്കോണ്ട് ഇവിടെ 10 ബിയിൽ പഠിച്ചതാണ്. അപ്പൊ എന്റെ ഭർത്താവിന് അറിയില്ലേ? പേരെന്തോ? ക്ലീറ്റോ. ക്ലീറ്റോ നിനക്ക് ഓർമ്മയില്ലേ? മെല്ലിച്ച്, നല്ല നീളത്തിൽ മെല്ലിച്ച്. അയ്യോ, ശരിക്കും പേര് ക്ലീറ്റോ എന്നല്ല, അതാ ഓർക്കാത്തത്. ശരിക്കും പേര് ക്ലീറ്റസ് എന്നാ. ഞാൻ സ്നേഹം കൊണ്ട് വിളിക്കുന്നതാ ക്ലീറ്റോ എന്ന്. പോണേന് മുമ്പ് വീട്ടിലോട്ട് വന്നോട്ടാ, ക്ലീറ്റോന്ന് കാണാലോ. സുഖമില്ലാതെ കിടക്കുക, തല ഇറക്കാം. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അപ്പൊ 3 ക്ലീറ്റസോ? 3 ക്ലീറ്റസ്. അതിനെന്താ കുഴപ്പം? ഒരു പേരിൽ എത്ര ക്ലീറ്റസ്മാരുണ്ടാവും? അല്ല, അത് കാണൂടാ. ചത്തുപോയ ക്ലീറ്റസ് അപ്പൊ ആയത് ആരാ? ചത്തുപോയ ക്ലീറ്റസ് നീ ആദ്യം പറഞ്ഞ ക്ലീറ്റസ്. പിന്നെ ചവറയിന്ന് വരുന്ന ക്ലീറ്റസ് ആരാ? അത് വേറെ ക്ലീറ്റസ്. ഞാൻ ഏതായാലും ഈ ക്ലീറ്റസിന് ഇത് കാണാൻ പോവാ. ഈ ക്ലീറ്റസ് നിനക്ക് ഓർമ്മയില്ലേ? ഇല്ല. ഓർമ്മയില്ല പിന്നെ വിട്ടൂടെ? അല്ല എടാ, അമ്മ പറഞ്ഞില്ലേ അങ്ങനെ ജോലി ഒപ്പിച്ചു കൊടുക്കും. അങ്ങനെ ജോലി ഒപ്പിച്ചു കൊടുക്കുന്ന വേണ്ട, ഒന്നും ശരിയാവും. അല്ല, അത് ഏതായാലും ഒന്ന് കണ്ടിട്ട് പോയി. ഞാൻ ഇതൊക്കെ മറന്നു കിടക്കണ കാര്യങ്ങളാണ്, എന്നെ വീണ്ടും ഓർമ്മിപ്പിക്കാതെ. നിനക്കെന്താ ഇത്രയും തടസ്സം? ഞാനൊന്ന് പോയിട്ട് വരാം. എന്നാ നിക്ക്, നിന്നോട് സത്യം ഞാൻ പറയാം. അവനവിടെ തലതിരിഞ്ഞ് കിടക്കുകയാണെന്ന് അവള് വെറുതെ പറഞ്ഞതാ. അവന് ചിക്കൻ ബോക്സ് ആണ്. ചിക്കൻ ബോക്സ്. ഓ, അത് എനിക്ക് കുഴപ്പമില്ല. എനിക്ക് കഴിഞ്ഞ വർഷം വന്നാ, അതുകൊണ്ട് ഇനി പിടിക്കത്തില്ല. ഇനി പിടിക്കില്ലേ? ഇല്ല. ഞാൻ ഏതായാലും ഒന്ന് കണ്ടിട്ട് വരാം. എന്താ പിന്നെ നീ ചെല്ല്, കണ്ടിട്ട് വരാം. ഓ, നീ വരാനുള്ളത് വരട്ടെ. വിധിയെ തടുക്കാൻ ആർക്കും പറ്റില്ലല്ലോ.